നമസ്കാരം, ഞാൻ ഡോക്ടർ ഗോപികൃഷ്ണൻ, കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ, കിംസ് വലയത്ത് ഹോസ്പിറ്റൽ. 2.5 കിലോയിൽ കൂടുതൽ ഭാരമുള്ള നവജാത ശിശുക്കളിൽ പൊക്കിൾക്കൊടി വീണ് 2 ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് കുളിപ്പിച്ചു തുടങ്ങാവുന്നതാണ്. അങ്ങനെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ തലയിൽ നമ്മൾ ഒരിക്കലും അമർത്തി പ്രസ് ചെയ്യുകയോ മസാജ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. കാരണം തലയുടെ മുകളിലായിട്ട് ചെറിയൊരു നേർത്ത പാളിയുണ്ട്. അവിടെ നമ്മൾ കൂടുതലായിട്ട് അമർത്തിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ബ്രെയിനിന് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ മൂക്കിലൊരിക്കലും പിടിച്ച് ശക്തിയായിട്ട് വലിക്കരുത്. നമ്മൾ അങ്ങനെ വലിയ ശക്തിയായിട്ട് വലിച്ചാലും ഇല്ലെങ്കിലും കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ ഷേപ്പിന് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഒരിക്കലും നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ മൂക്കിലോട്ട് ഊതുകയോ മൂക്കിൽ നിന്നുള്ള സെക്രീഷൻസ് വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ വായിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ അകത്തോട്ടും കുഞ്ഞിൻ്റെ ലങ്സിലോട്ടും എത്താനുള്ള ചാൻസുകളുണ്ട്. മൂന്നാമതായിട്ട്, കുളിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കുഞ്ഞിൻ്റെ ചെവിക്കകത്തോട്ടാണെങ്കിലും വെള്ളമോ എണ്ണയോ വേറെ തുണിയിട്ട് അരിക്ക് ക്ലീൻ ചെയ്യുകയോ അങ്ങനെയോ ഒന്നും ചെയ്യരുത്. നമ്മളായിട്ട് വെള്ളവും എണ്ണയും ഒഴിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കെട്ടിക്കിടന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസുകളും കൂടുതലാണ്. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദേഹത്ത് ഇച്ചിരി എണ്ണ തേക്കുന്നത് കൊണ്ടോ ചെറിയ രീതിയിൽ മസാജ് ചെയ്യുന്നത് കൊണ്ടോ ഒന്നും കുഴപ്പമില്ല. എന്നാൽ ഒരിക്കലും നമ്മൾ ദേഹം നല്ലോണം അമർത്തി മസാജ് ചെയ്യുകയോ കൈകളിലോ കാലുകളിലോ പിടിച്ച് വലിക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ വലിക്കുന്നത് വഴി അല്ലെങ്കിൽ അമർത്തി ഞെക്കുന്നത് വഴി കുഞ്ഞിൻ്റെ ബോണിന് ക്ഷതമേൽക്കാനുള്ള ചാൻസ് ഉണ്ട്. കുളിപ്പിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ പൊക്കിൾ ഡ്രൈ ആയിട്ടിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ വേറെ മരുന്നോ ഉപ്പോ മഞ്ഞളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മളായിട്ട് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളായിട്ട് എന്തെങ്കിലും അവിടെ മരുന്ന് ഇരുന്നത് അല്ലെങ്കിൽ ഒരു മഞ്ഞൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് നനവ് തട്ടിയിരുന്ന് അത് പിന്നെ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസും കൂടുതലാണ്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണങ്ങളെക്കാളും കുഞ്ഞുങ്ങൾക്കത് ദോഷകരമായിട്ടായിരിക്കും ബാധിക്കുക.